നമ്മോടൊപ്പം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ പ്രിൻസ് ആസാദ് ചേരുകയാണ്. സർ നമസ്കാരം. നമ്മൾ ലോകമാകെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇനി കാത്തിരിപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും നിർണായകമാകുന്നത് ഈ ഡിയോർബിറ്റ് ബേൺ പ്രക്രിയയാണ്. അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ ദൗത്യത്തിന്റെ ഒരു നിർണായക ഘട്ടം പിന്നിടുകയും ചെയ്യും. 3:30 തന്നെ കടലിൽ ഇപ്പോൾ പേടകം പതിക്കും എന്നതാണ് നാസ ഏറ്റവും ഒടുവിലായും നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. താങ്കൾ ഈ മടക്കയാത്ര എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്പേസിലുള്ളൊരു പ്രസൻസ് ആണ് സ്പേസ് സ്റ്റേഷനുകളിലെ നമ്മുടെ ആളുകളുടെ താമസം. അത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെയുള്ള എക്സ്പെരിമെന്റുകൾ നടത്താറുണ്ട്. 1971 തൊട്ട് ഈ ശൂന്യാകാശ അല്ലെങ്കിൽ ബഹിരാകാശ വാഹനങ്ങളിൽ മനുഷ്യർ താമസിച്ച് പരീക്ഷണം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്പേസ് സ്റ്റേഷൻ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആനുകാലികമായിട്ടുള്ള ഒത്തിരി പരീക്ഷണം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ 3 മുതൽ 13 വരെ ആളുകൾ ഒരു സമയം ഉണ്ടായ 2000 തൊട്ട് ഇങ്ങോട്ട് 2025 വരെ 3 ആളുകൾ മുതൽ 13 ആളുകൾ വരെ ഈ താമസിച്ച് പര്യവേക്ഷണം നടത്തുന്ന ഒരു ചരിത്രമാണ് അതിനുള്ളത്. ഓരോ 6 മാസം കൂടുമ്പോഴും ആളുകളെ മാറ്റുന്ന ഒരു പ്രക്രിയയും നടക്കാറുണ്ട്. ഓരോ 6 മാസം കൂടുമ്പോൾ ചിലപ്പോൾ മുഴുവൻ ആളുകളെ തന്നെയും അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മാറ്റി കുറച്ച് ആളുകളെ നിർത്തി അങ്ങനെ ഒരു പ്രക്രിയയും നടക്കാറുണ്ട്. പക്ഷെ ഇത്തവണ സംഭവിച്ചത് 6 മാസത്തേക്ക് അവിടെ ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പുതിയ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ നാസയുടെ കൊമേഴ്സ്യൽ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഒരു പരീക്ഷണം, അതായത് കുറച്ച് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ ഒരു കോർപ്പറേറ്റ് ആളുകളുമായിട്ട് അല്ലെങ്കിൽ കമ്പനികളുമായിട്ട് ചേർന്നുള്ള നാസയുടെ ഒരു സംരംഭത്തിന്റെ പരീക്ഷണത്തിനായിട്ടാണ് നമ്മുടെ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ തിരിച്ചു വരാൻ ഒരാഴ്ചക്കുള്ളിൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് ചില സാങ്കേതിക തകരാറ് മൂലം നടക്കാതെ വരുന്നു. അതാണ് ഈ ഒരു ദൗത്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കുന്നത്. പിന്നീട് ഏകദേശം ഇപ്പോൾ മാർച്ചായി നല്ല ഒരു കാലയളവിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പം ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ സംഭവ വികാസങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ കാണുന്ന ഈ റീ എൻട്രി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പരാമർശിച്ച തിരിച്ചുവരവ്, ഇപ്പോൾ വാട്ടറിലേക്ക് സ്പ്ലാഷ് ചെയ്തിറങ്ങുമെന്ന് പറയുന്നതും ഫ്ലോറിഡ തീരത്ത് വന്ന് ഇറങ്ങുമെന്ന് പറയുന്നതും ഇതൊക്കെ സ്വാഭാവികമായിട്ടും വളരെ കാലങ്ങളായിട്ട് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ടെക്നിക്കുകളാണ്. അതുകൊണ്ട് ശാസ്ത്ര ലോകത്തിന് അതിൽ വലിയ ആശങ്കയ്ക്കൊന്നും വകയില്ല. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ സുനിത വില്യംസ് നമ്മുടെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ബഹിരാകാശ യാത്രിക. അതിനകത്ത് ഇത്രയും നാൾ ചെലവഴിച്ചു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. അവിടുന്ന് കുടുങ്ങിക്കിടന്നു എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ അവിടെ ഇത്രയും നാൾ ചെലവഴിച്ചു, നല്ല രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തി. അവർ ഒരാഴ്ചയിലേക്ക് വേണ്ടിയാണ് പോയതെങ്കിലും ഇത്രയും നാൾ അവിടെ ചെലവഴിച്ചു, തിരിച്ചു വരുന്നു. അതിനകത്തൊരു ആശങ്കയൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുമെങ്കിലും സയൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമല്ല. അതിന് ആളുകളെ തിരിച്ചെത്തിക്കാൻ ആവശ്യമായ സാങ്കേതിക ശരിയാണ്, നമ്മൾ സ്വാഭാവികമായുള്ളതാണ് എന്ന് ശാസ്ത്രലോകത്തിന് അറിയാം. പക്ഷേ സുനിത വില്യംസ് ഇത്ര കാലത്തിന് ശേഷം, സുനിത വില്യംസ് ആയാലും ബുച്ച് വിൽമോർ ആയാലും വലിയ ആശങ്കകൾക്കൊടുവിൽ അവർ തിരിച്ചു വരുന്നു എന്നതുകൊണ്ടാണല്ലോ ഇത് വളരെ ശ്രദ്ധ നേടുന്നതും. ഒരു കാര്യം കൂടി, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഒരുപക്ഷെ സ്പേസിൽ ചീരകൃഷി ഉൾപ്പെടെ നടത്തി എന്ന് പറയണം. നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കുന്നു. അങ്ങനെ ഈ ശാസ്ത്രലോകത്തിന് ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സമയം കൊണ്ട് തന്നെ, കുടുങ്ങിക്കിടക്കുക എന്നല്ല ആ ടേം ശരിയല്ല എങ്കിൽ പോലും, അവിടെ ചെലവഴിച്ച സമയത്തൊക്കെ തന്നെയും നിർണായകമായ നിരവധി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അതൊക്കെയും ഒരു മുതൽക്കൂട്ടാക്കിക്കൊണ്ടാണ് ഇവരുടെ തിരിച്ചുവരവ് എന്നതും ഏറെ ശ്രദ്ധേയമാണല്ലോ സർ. തീർച്ചയായിട്ടും അത് നമ്മൾ കാണേണ്ടതാണ്. കാര്യം ഇപ്പോൾ ഉണ്ടായ ഒരു അപകടമെന്നോ അല്ലെങ്കിൽ ഒരു അവസരമെന്നോ ഒരു ചെറിയ നമ്മുടെ ഒരു സാങ്കേതിക പിഴവ് ശാസ്ത്രം അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് വേണം അതിനെ കാണാൻ. കാര്യം കുറച്ച് 2 പേര് അങ്ങോട്ട് പോയി, അവർക്ക് തിരിച്ചു വരാനാവാത്ത ഒരു സാഹചര്യം, ഉടനടി തിരിച്ചു വരാനാവാത്ത ഒരു സാഹചര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സ്പേസ് ഷിപ്പിൽ വേണമെങ്കിൽ ഒരു എമർജൻസി ആയിട്ടൊരു ഡോക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനമുണ്ട്, അതിൽ വേണമെങ്കിൽ തിരിച്ചു പോരാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നാസയും ശാസ്ത്രവും അതിനെ കണ്ടത്. അവരവിടെ നിൽക്കട്ടെ, അടുത്ത നാച്ചുറൽ ഡോക്കിംഗ് വരെ അല്ലെങ്കിൽ 6-7 മാസം കഴിഞ്ഞാണെങ്കിലും അവർ അത്രയും കാലം പരീക്ഷണം ചെയ്ത് അവിടെ നിൽക്കട്ടെ. ഇതൊരു അവസരമായി കണ്ട് ശാസ്ത്രത്തിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് ഈ ആളുകൾ അവിടെ ചെയ്തത്. അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു
ശാസ്ത്രബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ യുവതലമുറയൊക്കെ പ്രചോദനമാകേണ്ട ഒരു കാര്യവും കൂടിയാണ്.